ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഹബേമൂസ് പാപ്പ നമുക്ക് ഒരു മാർപ്പാപ്പിയെ ലഭിച്ചിരിക്കുന്നു. വീണ്ടും ലിയോ ജനിക്കുമ്പോൾ എന്ന് ഈ പുതിയ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അതിന് വളരെ സവിശേഷമായ ഒരു കാര്യമുണ്ട്. പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തിട്ട് ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. എങ്ങനെയുള്ള വിലയിരുത്തൽ നടത്തിയാലും അത് അപക്വമായി പോകാം. എങ്കിലും ആദ്യത്തെ ചില അടയാളങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടട്ടെ. ഒരു കർദിനാള് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വളരെ പ്രയാസമേറിയ ഒരു ചോദ്യമാണ് ആദ്യം നേരിടേണ്ടി വരിക. പ്രോട്ടോ കർദിനാൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഏത് പേരിലാണ് അങ്ങ് അറിയപ്പെടുക? ഏത് പേരിലാണ് അങ്ങ് മാർപ്പാപ്പയായി അറിയപ്പെടുക? അപ്പോൾ ഒരു പേര് സ്വീകരിക്കണം. മാർപ്പാപ്പന്മാർ പേര് സ്വീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ഇപ്പം ജോസഫ് റാറ്റ്സിംഗർ മാർപ്പാപ്പയായപ്പോൾ ബെനഡിക്റ്റ് 16 യൂറോപ്പിൻ്റെ പാലക പുണ്യാളനാണ് ബെനഡിക്റ്റ്. അദ്ദേഹവും പിന്നെ ബെനഡിക്റ്റ് 15 ചെയ്ത കാര്യങ്ങളും അതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ്. അപ്പം യൂറോപ്പിലെ സഭയെ നവീകരിക്കുക എന്നൊരു പ്രഥമ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സവിശേഷമായി ജർമ്മനിയിൽ നിന്നുള്ള അദ്ദേഹം ജർമ്മനിയിലെ സഭ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്, അതിനെ ഉണർത്തുക എന്നൊരു ലക്ഷ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂട്ടത്തിൽ മറ്റു കാര്യങ്ങളും, പക്ഷെ പ്രയോറിറ്റി വെച്ചു. ബെർഗോളിയോ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു. ഫ്രാൻസിസ് അസീസിയുടെ, അതായത് അദ്ദേഹം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടും ലോക സമാധാനവുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയുള്ള മുസ്ലിംസുമായുള്ള ബന്ധങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത്. സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ മാർപ്പാപ്പ പേര് സ്വീകരിക്കുന്നത് ഏത് പേരാണ് സ്വീകരിക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൂടെ ലോകത്തിന് സന്ദേശം നൽകുകയാണ്. തൻ്റെ പാപ്പസ്ഥാനത്തിൻ്റെ പ്രഥമ പരിഗണനകൾ എന്തൊക്കെയെന്നുള്ള ആദ്യത്തെ ഒരു സൂചന നൽകുകയാണ്. ഏത് പേരാണ് സ്വീകരിക്കുന്നത്? ഈ റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ് എന്ന് പറയുന്ന കർദിനാള് പറഞ്ഞു, ഞാൻ ലിയോ 14 എന്നറിയപ്പെടും. ലിയോ 14. ആരാണപ്പോൾ ലിയോ 13? 19-ാം നൂറ്റാണ്ടിൽ സഭ ഭരിച്ച ആളാണ് ലിയോ 13. അച്ഛന്മാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും അദ്ദേഹത്തെ. കാരണം സെമിനാറിൽ അക്കാലം തൊട്ട് ഇന്നുള്ള എല്ലാ സെമിനാറിലും പഠിപ്പിക്കുന്ന ഒരു ചാക്രിക ലേഖനമാണ് റേരും നൊവാരും. വിപ്ലവാത്മക മാറ്റത്തെക്കുറിച്ച് എന്നാണ് ആ വാക്കിനർത്ഥം. റേരും നൊവാരും, പുതിയ വിപ്ലവാത്മകമായ മാറ്റത്തെക്കുറിച്ച്. ഈ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തൊഴിലാളികളുടെ വേതനം, തൊഴിൽ അവകാശങ്ങൾ, ട്രേഡ് യൂണിയനുകൾ, സുരക്ഷിതമായ ജോലി സാഹചര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യം, തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു സമൂഹത്തെ മൊത്തം പരിഷ്കരിക്കുന്ന തരത്തിലുള്ള രേഖയായിരുന്നു റേരും നൊവാരും. അതിനെ പിന്തുടർന്ന് ഒരുപാട് സാമൂഹിക പ്രബോധനങ്ങൾ സഭ നൽകിയിട്ടുണ്ട്. പക്ഷെ റേരും നൊവാരും എന്ന് പറയുന്നത് ഒരു വിപ്ലവം സൃഷ്ടിച്ച ചാക്രിക ലേഖനമാണ്. അത് ലിയോ 13 മാർപ്പാപ്പയാണ്. അതുപോലെ കൊന്തയെ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച മറ്റൊരു മാർപ്പാപ്പയില്ല. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം എഴുതിയ മറ്റൊരു ചാക്രിക ലേഖനമുണ്ട്. ഈ റേരും നൊവാരും എഴുതിയത് 1891 1894 അദ്ദേഹം മറ്റൊരു ചാക്രിക ലേഖനം, നമ്മെ സംബന്ധിച്ച് വളരെ പ്രസക്തമായ ചാക്രിക ലേഖനം എഴുതിയത്. ആ ചാക്രിക ലേഖനത്തിന് പേരറിയോ? ഓറിയന്താലിയം ദിഗ്നിതാസ്, പൗരത്വ സഭകളുടെ അന്തസ്, പൗരത്വ സഭകളെക്കുറിച്ച്. ഈ ചാക്രിക ലേഖനത്തെക്കുറിച്ച് അതിൻ്റെ ആദ്യത്തെ ഖണ്ഡം തന്നെ ഞാൻ ഒരു വീഡിയോ 3 കൊല്ലങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലിറ്ററേച്ചർ പ്രശ്നത്തെ ഞാൻ നേരിട്ട് ഇടപെട്ട് തുടങ്ങിയ ആ സമയത്ത് ഞാൻ ഈ ചാക്രിക ലേഖനത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾക്കാരെയും കണ്ടെത്താൻ പറ്റും. ഞാൻ 2600 വീഡിയോസ് ഉള്ളത് കൊണ്ട് അത് മുഴുവൻ തിരഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ നിവൃത്തിയില്ല. ഇപ്പം തന്നെ ഇവിടുത്തെ സമയം രാത്രി 1 മണിയാകാൻ പോവുകയാണ്. കുറച്ച് നേരത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്താലാണ് നിങ്ങൾക്ക് നേരം വിളിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ അത് നിങ്ങൾക്കാരെങ്കിലും തെരഞ്ഞ് കണ്ടെത്താൻ പറഞ്ഞാൽ നല്ല കാര്യം. ഞാനത് കുറിച്ച് പറഞ്ഞിരുന്നു. ഓറിയന്താലിയം ഡിഗ്നിത്താസ് എന്നാണ് ആ ചാക്രിക ലേഖനത്തിൻ്റെ പേര്. പൗരത്വ സഭകൾ അന്തസ്, പൗരത്വ സഭകളെക്കുറിച്ച് എന്നാണ് എഴുതിയത്. 1894
അതിൻ്റെ ആദ്യത്തെ ഒരു ഇത് വളരെ ഫ്ലവറി ലാംഗ്വേജാണ്, കാവ്യാത്മകത്വം തുളുമ്പുന്ന ലാംഗ്വേജാണ്, ഭാഷയാണ്. അതങ്ങനെ തന്നെ തർജ്ജമ ചെയ്ത് ഇടാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അതൊരു സന്ദേശം മാത്രം ഒന്ന് പറയുകയാണ്. പൗരത്യ സഭകൾ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഏറ്റവും പുരാതനവും അതുല്യവുമായ ഓർമ്മകളെ പ്രതി ആ സഭകൾ സ്തുതിയും ആദരവും അർഹിക്കുന്നു. ഞാൻ ഒന്നുകൂടി വായിക്കാം. പൗരത്യ സഭകൾ നമുക്ക് പകർന്നു തന്നിരിക്കുന്ന ഏറ്റവും പുരാതനവും അതുല്യവുമായ, മറ്റൊന്നുമായും താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധം അനന്യവുമായ ഓർമ്മകളെ പ്രതി ആ സഭകൾ, പൗരത്യ സഭകൾ സ്തുതിയും ആദരവും അർഹിക്കുന്നു. ഈ എറണാകുളം, അങ്കമാലി അതിരൂപതയിലെയും ഇരിങ്ങാലക്കുട, തൃശ്ശൂരിലുള്ള വൈദികരൊക്കെ ഈ ചാക്രിക ലേഖനം ഒന്ന് വായിക്കണം. 1894 ഈ നിങ്ങൾ പൗരത്യ സഭയിലായിരുന്നു കൊണ്ട് പൗരത്യ സഭകൾക്കെതിരെ പ്രവർത്തിക്കുന്നു. കാരണം എന്താ? നിങ്ങൾക്ക് ഈ സഭയുടെ പാരമ്പര്യം അറിയില്ല. ഇത് കത്തോലിക്ക സഭയ്ക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ അറിയില്ല. അതൊന്നും അറിയേണ്ടത് ആവശ്യമാണ്. അറിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. എറണാകുളം, അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഇതൊക്കെ ഒന്ന് വായിക്കൂ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ ഹിതപ്രകാരം ആരംഭിച്ചത് ലോകത്തിന്റെ ആ ഭാഗത്താണ്. ഏത് ഭാഗത്ത്? പൗരസ്ത്യ ദേശത്ത്. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവത്തിന്റെ തിരഹിത പ്രകാരം ആരംഭിച്ചത് ലോകത്തിന്റെ ആ ഭാഗത്താണ്, പൗരസ്ത്യ നാട്ടിലാണ്. ആദ്യ നാമ്പിൽ തന്നെ, അതായത് മുളച്ച് ആദ്യ നാമ്പിൽ തന്നെ അത് പെട്ടെന്ന് ഫലം പുറപ്പെടുവിക്കാൻ തുടങ്ങി. ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്, പൗരസ്ത്യ സഭകളെ കുറിച്ച് പറഞ്ഞു പോവുകയാണ് ലിയോ 13 മാർപ്പാപ്പ. 19ാം നൂറ്റാണ്ടിലെ ലിയോ മാർപ്പാപ്പയുടെ പേര്, ലിയോ 13 മാർപ്പാപ്പയുടെ പേര്, ആ ലിയോ 13 കഴിഞ്ഞ് ഇപ്പോൾ 21ാം നൂറ്റാണ്ടിൽ ഇപ്പോഴത്തെ മാർപ്പാപ്പ ലിയോ 14 എന്ന് സ്വീകരിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ഒന്ന്, സാമൂഹിക പ്രതിബദ്ധത, ഞാൻ പറഞ്ഞല്ലോ, റേരും നവാരും. മറ്റൊന്ന്, പൗരത്യ സഭകളും അതുപോലെ മറ്റു സഭകളും. അതായത് സഭയുടെ അസ്തിത്വത്തിന് അങ്ങേറ്റം ഊന്നൽ നൽകുന്ന ഒരു സംഗതിയാണത്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട 2 അടയാളങ്ങൾ ഇപ്പോഴത്തെ ലിയോ 14 മാർപ്പാപ്പയുടെ കാര്യങ്ങൾ പറയട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ വെറും ഒരു ലോഹ ധരിച്ചാണ് വന്നത്. ലാളിത്യത്തിന്റെ വലിയ ലക്ഷണമായിരുന്നു അത് വലിയ സന്ദേശമാണ് നൽകിയത്. എന്നാൽ ലിയോ 14 ലിറ്റർജിക്കൽ വസ്ത്രം ധരിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത്, ബെനഡിക്ട് മാർപ്പാപ്പയെ പോലെ. അതായത് തന്റെ സ്ഥാനവും പദവിയും സാമൂഹികം മാത്രമല്ല, ദൈവികവുമാണ്, സഭാത്മകവുമാണ്, ലിറ്റർജിക്കലാണ് എന്ന സൂചന നൽകുകയാണ്. ബോനസേര, ഗുഡ് ഈവനിങ് അല്ലേ, നല്ല സായാഹ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആദ്യത്തെ വാക്കുകൾ അതായിരുന്നു, ഗുഡ് ഈവനിങ്. അതൊരു സന്ദേശമാണ്. ഈ മതേതരത്വം എന്നൊക്കെ പറയുന്ന സെക്കുലർ ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ. എന്നാൽ ലിയോ 14 സമാധാനം നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നാണ് പറഞ്ഞത്. സമാധാനം നിങ്ങളോട് കൂടെ. അത് തീർച്ചയായിട്ടും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് എല്ലാ വശത്തും. അതുകൊണ്ട് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള തീർച്ചയായുള്ളൊരു അപേക്ഷയും ആഹ്വാനവുമാണ്. എന്നാൽ നമ്മൾ കുർബാനിൽ എത്രയോ പ്രാവശ്യം കേൾക്കുന്നു അത് സമാധാനം നിങ്ങളോടുകൂടെ. അത് ലിറ്റർജിക്കൽ ഭാഷയാണ്. സഭ ആത്യന്തികമായി ആരാധന സമൂഹമാണ്. ആരാധന ഇല്ലെങ്കിൽ, ലിറ്റർജി ഇല്ലെങ്കിൽ, കൂതാശകളില്ലെങ്കിൽ സഭ വെറും ഒരു മാനുഷിക സംഘടനയായിട്ട് മാറും. അല്ലെങ്കിൽ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികളൊക്കെ പോലെ ഒരു മത ക്ലബായി അധപതിക്കും. അത് പാടില്ല. അതുകൊണ്ട് ആരാധന, ലിറ്റർജി, കൂതാശകൾ അതിന് അങ്ങേയറ്റം പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയുടെ ചുമതലകൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല, അത്രമാത്രമാണ്. സഭയുടെ അവസ്ഥ, ലോകത്തിന്റെ പ്രതീക്ഷ, സഭയിലെ ആഭ്യന്തര പ്രതിസന്ധികൾ, വിവിധ സംവിധാനം വന്നിട്ടുള്ള വീഴ്ചകൾ, അവയുടെ കാരണങ്ങൾ, പരിഹരിക്കേണ്ട വഴികൾ, സ്വയാധികാര സഭകളിലെ പ്രശ്നങ്ങൾ, വിവിധ രാജ്യങ്ങളിലെ അവസ്ഥകൾ, ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങൾ, ലോക സമാധാനത്തെ ഭീഷണി ഉയർത്തുന്ന ഇസ്ലാമിക തീവ്രവാദം, പരിസ്ഥിതി സംരക്ഷണം, കുടുംബങ്ങൾ നേരിടുന്ന ഭീഷണി, കുടുംബങ്ങളുടെ നിലനിൽപ്പ്, ജീവന് നേരിടുന്ന ആക്രമണങ്ങൾ, അബോർഷൻ, ദയാവധം, സ്വവർഗരതിക്കായി വാദിക്കുന്നവര്, പിന്നെ കല്യാണം കൂടാതെ തന്നെ സഹവസിക്കാം എന്ന് വാദിക്കുന്നവര്, ഒന്നുമില്ലാത്ത പാവങ്ങൾ, അതിജീവനം, ഇങ്ങനെ 100,000 കാര്യങ്ങൾ മാർപ്പാപ്പ ഇടപെടേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളിലെല്ലാം മാർപ്പാപ്പയ്ക്ക് ഊർജം ലഭിക്കുന്നത്, തല വട്ടുപിടിക്കാതെ പോകുന്നത്, അതിന് കാരണം പ്രാർത്ഥനയും ലിറ്റർജിയുമാണ്, ദൈവവുമായുള്ള ബന്ധമാണ്. ഇതെല്ലാം വളരെ വ്യക്തമായി ഒന്ന് ചിഹ്നപ്പെടുത്തുന്ന ലക്ഷണങ്ങളാണ്. ആദ്യത്തെ 3 ലക്ഷണങ്ങൾ ഈ പറഞ്ഞ പേര്, അതുപോലെ അദ്ദേഹം
വന്ന രീതി, വസ്ത്രധാരണ രീതി, പിന്നെ ആദ്യത്തെ ആശംസ, ഈ 3 ലക്ഷങ്ങൾ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞത് ഇത് അപക്വമായി പോകാൻ വളരെ നേരത്തെയുള്ള ഒരു വിലയിരുത്തലാണ്. എങ്കിലും ഈ ലിയോ 14 എന്ന പേരിലൂടെ അദ്ദേഹം നൽകുന്ന സന്ദേശം വളരെ വലുതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് നമ്മുടെ സഭയ്ക്ക് മുതൽക്കൂട്ടാകും, കത്തോലിക്ക സഭയ്ക്ക് മുഴുവനും, ലോകത്തിന് മുഴുവനും മുതൽക്കൂട്ടാകും. നമുക്ക് ഈ മാർപ്പാപ്പയുടെ കീഴിൽ അണിനിരന്ന് സഭയുടെ ഐക്യതയോടുകൂടി സഭയുടെ ഐക്യതയിൽ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കാം. ദൈവഹിതത്തിന് നമുക്ക് തലകുനിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.